അങ്ങനെ തേജും മിൻഷേട്ടനൊക്കെ പോയതിനു ശേഷം ഞാനിത് ചായ കുടിക്കാൻ നോക്കാട്ടോ. ചായക്കാണെങ്കിൽ ഞാൻ ഇന്ന് പുട്ടും കടലക്കറിയും അതുപോലെ തന്നെ തേജപ്പന് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ നമ്മുടെ പഴം പൊരിച്ചതായിട്ടുള്ളത് അതൊക്കെ കൂട്ടി ചായ കുടിച്ചു കേട്ടോ. അപ്പൊ കടലക്കറിയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്ക് ഇതേ മുരിങ്ങലക്കറി വെക്കാച്ചിട്ടാട്ടോ. അപ്പൊ ഇന്നലെ ആണെങ്കിൽ സുധചേച്ചി ചോദ്യം ചെയ്തു ഇപ്പൊ മുരിങ്ങയുടെ ഇലയൊന്നും വേണ്ടേന്ന് കേട്ടോ. അപ്പൊ പിന്നെ മുരിങ്ങയുടെ ഇല കൊണ്ട് കറി വെക്കാന്ന് വെച്ചിട്ട് സുധചേച്ചിയുടെ വളപ്പൊന്നാട്ടോ ഞാൻ മുരിങ്ങയുടെ ഇല പൊട്ടിച്ചത്. മുരിങ്ങലക്കറി വെക്കാൻ എളുപ്പമാണെങ്കിലും ഇല നന്നാക്കാൻ എളുപ്പമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസ് വെച്ചിട്ടാട്ടോ ഇല നന്നാക്കായിരുന്നത്. പക്ഷെ എന്തോ ബോറടിച്ചപ്പോ ഞാൻ ഏതെങ്കിലും ഹൊറർ ഫിലിം കാണാന്ന് വെച്ചിട്ട് തപ്പി എടുത്തിട്ട് ഇതൊരു ഫിലിമൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ ഇലയൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ പരിപ്പ് ഇതേ വേവിക്കാൻ നോക്കാട്ടോ. പരിപ്പ് മാത്രം ഇട്ടിട്ടാട്ടോ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായി പരിപ്പ് വേവിച്ചെടുക്കൂട്ടോ. അത് വേവുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും ആയിട്ടാ നന്നാക്കി എടുക്കണത്. ഇത് ഞാൻ ഇന്നലെ ഉണക്കമയും വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുള്ളനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണക്ക മാന്തളും ഉണ്ടായിരുന്നു. അപ്പൊ അത് വേഗം മറക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമ്പാനുള്ളത് ഇതേ വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. അപ്പൊ അതൊക്കെ കൂടി ഒന്നിച്ചങ്ങോട്ട് പണി തീർന്നോളൂല്ലോ. പിന്നെ നന്നാക്കിയ ചെറുള്ളിയും വെളുത്തുള്ളി ഇതേ ഞാൻ കുത്തി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ആട്ടോ മുരിങ്ങയുടെ ഇല വെക്കുക. അങ്ങനെ ഇതേ പരിപ്പും എന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ഞാൻ പരിപ്പൊക്കെ നന്നായി ഉടച്ചെടുക്കൂട്ടോ. ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ കഴുകി വെച്ച മുരിങ്ങയുടെ ഇലയില്ലേ നന്നാക്കിയത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും. ചിലർ പറയും നന്നായി തിളപ്പിച്ച കൈക്കും മുരിങ്ങയുടെ ഇല എന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ കയ്പൊന്നും തോന്നിയിട്ടില്ല. ഞാൻ നന്നായി തിളപ്പിച്ചെടുക്കാറ്. അങ്ങനെ ഇതൊന്ന് ചെറുതായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി മൂപ്പിച്ചെടുക്കാട്ടോ ചെയ്യാൻ. അതിന് ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചേക്കണത്. അതിലേക്ക് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടോ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി 1-2 ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കും. കരിയാണ്ട് നോക്കണേ. ഞാനും കരിഞ്ഞു പോയി ഒരു വകയ്ക്കും കൊള്ളില്ല കേട്ടാ. പിന്നെ അത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാട്ടോ ചെയ്തത്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് വെപ്പും കഴുകി. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാളത് കഴുകി കറി ഒന്ന് ചൂട് വിട്ടതിന് ശേഷം അതും വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആ പാത്രം കഴുകിയൊക്കെയാട്ടോ ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കുക. ചില ടൈമില് തേങ്ങ അരച്ചിട്ടും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തില് മറ്റേ പച്ചമുളകൊക്കെ ചീന്തിട്ടിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെക്കണതാണ്. അങ്ങനെ അതൊക്കെ ഒതുങ്ങിയതിന് ശേഷം കുറച്ച് നേരം TV കണ്ടു. പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കിയൊക്കെയാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം മടക്കി വെച്ചു. ബെഡ് ഒന്ന് കുടഞ്ഞ് വിരിച്ച് സെറ്റ് ആക്കിയിട്ടാ. പിന്നെ നമുക്ക് മീൻ മറക്കാണ്ട്. അപ്പൊ കുറെ നേരം ഉപ്പ് പോവാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് പോയി തോന്നിയപ്പോ ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് ഇതേ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായി പരട്ടി അതും കൂടി വറുത്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണ് ഇട്ടാ നമ്മുടെ ഉണക്കല് വറുത്തതും അതുപോലെ തന്നെ ഈ ഒരു മുരിങ്ങലക്കറി ഇട്ടാ. പിന്നെ ഉച്ച ഇപ്പൊ വിശന്ന് തുടങ്ങിയപ്പോ വേഗം തന്നെ ചോറിനാനും നോക്കിയ ചോറും മുരിങ്ങലക്കറി മീൻ വറുത്തതും പിന്നെ തേജപ്പന ഉണ്ടാക്കിയ സോയാബീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ചോറുണ്ടു. കുറെ നേരം ഇരുന്ന് TV കണ്ടു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഈ ഉറുമാമഴ ഇരിക്കുന്ന കണ്ടപ്പോ അത് കഴിക്കാന്ന് വിചാരിച്ച് പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ നിറച്ച് പുഴുക്കളും. അപ്പൊ പിന്നെ കഴിക്കേണ്ട പൂതി അങ്ങോട്ട് മാറും ചെയ്തു. പിന്നെ കുറച്ച് മുമ്പ് കഴിച്ച ചോറ് പുറത്തേക്ക് വരും എന്ന് അറിയണോണ്ട് തന്നെ ഞാൻ വേഗം കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.